വന്നിരിക്കുന്നത്. അത് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മയുടെ കൂട്ടാണ് ഇന്ന് നമ്മുടെ മീൻകറിയിൽ. ഇത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്ത് കുരുമുളക് ആദ്യം ഇടും. കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ വറ്റൽമുളകിടും. വറ്റൽമുളകും കുരുമുളകും കൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റും. വഴറ്റി കഴിഞ്ഞിട്ട് ഈ കുരുമുളക് പൊട്ടുന്ന ഒരു സൗണ്ടും വറ്റൽമുളക് ഇങ്ങനെ വീർത്തൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിനെ കോരി മാറ്റും. എന്നിട്ട് നമ്മൾ ഇതിനകത്തിലോട്ട് ചുമന്ന ഉള്ളി നമ്മളൊരു 5-8 ചുമന്നുള്ളി, വലുതാണെങ്കിൽ നമ്മൾക്കൊരു 5 മതി, ചെറുതാണെങ്കിൽ ഒരു 8 എടുക്കുക. അത് ചെറുതായിട്ടരിഞ്ഞ് ഈ വഴറ്റിയ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ വീണ്ടും അതിടും. അതും നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗോൾഡൻ, ഒത്തിരി ബ്രൗൺ ആയാലും ഒരു ചെറിയ ലൈറ്റ് ഒന്ന് വഴഞ്ഞൊന്ന് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തിലോട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി അമ്മൂമ്മയുടെയാണ്, എനിക്ക് അത്ര അറിയത്തില്ല, ഞാനിപ്പോൾ ഈ വീഡിയോ നോക്കിയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പല റെസിപ്പി നമ്മൾ മീൻകറി പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പിയാണിത്. എന്നിട്ട് ഇതിനകത്തോട് നമ്മൾ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മളുടെ ആദ്യം മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് നന്നായിട്ട് വഴറ്റണം, അതിൻ്റെ പച്ചമണം. ഈ മല്ലിപ്പൊടി നമ്മളുടെ ഇവിടെ പൊടിച്ച തന്നെയാണ്, നല്ല പൗഡറായിട്ട് പൊടിച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ മുളക് പൊടിയും കൂടി ഇടും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ വഴറ്റണം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കും. ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു ലൈറ്റ് കളർ മാറിക്കതിന് ശേഷം നമ്മൾ ഇതിനകത്തിലോട്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നന്നായി അരച്ചെടുത്തിട്ട്, നമ്മൾക്ക് മിക്സിയിലാണ് അരയ്ക്കുന്നത്, അമ്മിയെ വെച്ച് അരയ്ക്കണമെങ്കിൽ കല്ലിൽ വെച്ച് നമുക്ക് അരയ്ക്കാം. എന്നിട്ട് നമ്മളത് അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കൽ, ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ ശകലം വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഇപ്പം നമ്മളിവിടെ ഒരു 1/2 കിലോ മത്തിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് നമ്മളെടുത്തു, ബാക്കി കുറച്ച് എക്സ്ട്രാ അത്രയും വേണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വേറെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നത്, നമുക്ക് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിച്ചെടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. മാത്രമല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, വെള്ളത്തിന് രുചിയായിരിക്കും ധാരാളമായിട്ട് വരിക. എന്നിട്ട് അമ്മ നന്നായിട്ട് മിക്സിയുടെ ജാറൂടെ കഴുകിയുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചട്ടിയാണ്. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ചെറിയ കപ്പിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തികളെയും, പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് മറന്നുപോകും എല്ലാവരും. പിന്നെ ആവശ്യത്തിന് പുളി നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളി ആയതുകൊണ്ട് അത്ര പുളി കുറവാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഏറെ ഇടുന്നുണ്ട്. ഒരു 3-4 കഷ്ണം ഇട്ടാൽ അത് പോരാ, അതുകൊണ്ട് നമ്മളൊരു 5-10 കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം, അത്രയും രുചി കൂടും. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തു. പിന്നെ പുളി നമ്മളിടുകയാണ്. പുളി പറഞ്ഞില്ലേ, പുളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുളിയാണ്. അപ്പോൾ അതിനിച്ചിരി പുളി കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പുളിയുടെ രസം അനുസരിച്ച് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറവ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ മീനുകളെയും കൂടെ അതിനുള്ളിൽ പറക്കിയിട്ടു. പറഞ്ഞില്ലേ, ഇത് ഒരു 1/2 കിലോ മീൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളേ ഉള്ളൂ. കണ്ടോ, അത് മുങ്ങിക്കിടക്കണം. നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. കാരണം നമ്മൾ നന്നായി ഹൈജീനിക്കായി കൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം, നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തുകൂടെ. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അടുപ്പിൽ വെക്കുമ്പോഴും നമ്മൾ ഫുൾ ഫ്ലെയിമിലായിരിക്കും വെക്കേണ്ടത്. കാരണം ഇതാണ് വെള്ളത്തിൻ്റെയും മീനിൻ്റെ ഒരു പാകം വരുന്നത്. എന്നിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, മീൻ ഒരു മണം ഉണ്ടാവും. ആ മണം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ആ തിളയിൽ ആ ഒരു മണം അത്രയും തിളയ്ക്കുമ്പോൾ മാത്രമേ മാറത്തുള്ളൂ. ഇത് നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിള വന്നിട്ടുണ്ട്. തിള വരുമ്പോഴത്തേക്ക് അമ്മ അതെടുത്ത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ പറ്റണം. നമുക്ക് ഒരുപാട് വെള്ളം പോലത്തെ ഗ്രേവി ആവശ്യമില്ല, നമുക്ക് നല്ല കുറുകിയ ചാറാണ് വേണ്ടത്. നല്ല തിളച്ച് അമ്മ ഇപ്പോൾ ചുറ്റിക്കുന്നുണ്ട്, ചുറ്റിച്ച് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ